ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒട്ടും പുളിയില്ലാത്തതും എന്നാൽ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതുമായ പഞ്ഞി പോലുള്ള പാലപ്പമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അതുമാത്രമല്ല, പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. റേഷനരിയോ സാധാ പച്ചരിയോ ഏത് വേണേലും എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരി എടുക്കുന്ന പാത്രത്തിന് തന്നെയാണ് അപ്പത്തിന് ആവശ്യമായ മറ്റുള്ള ഐറ്റംസും അളന്നെടുക്കേണ്ടത്. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് 3 ടൈംസ് എങ്കിലും നന്നായിട്ട് ഞെരടി കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത അരിയിലേക്ക് അരി മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ഞി പോലെ സോഫ്റ്റായ പാലപ്പം ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ ഇത്. ചെറു ചൂടുവെള്ളത്തിൽ അരി സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് ഏകദേശം 5 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റിവെക്കാം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ പുളിമാവോ ഒന്നും തന്നെ നമ്മുടെ മാവിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഐറ്റം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസോളം തേങ്ങാവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിഡാർ വിനേഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സാധാ വിനീഗറാണ് ഇവിടെ ചേർക്കുന്നത്. അരി കുതിർക്കാൻ വെച്ച സമയത്ത് തന്നെയാണ് ഞാനിവിടെ തേങ്ങാ വെള്ളവും സെറ്റാക്കി വെച്ചത്. ഏകദേശം 5 മണിക്കൂറോളം ഈ തേങ്ങാ വെള്ളവും ഇങ്ങനെ തന്നെ വെച്ച് പുളിപ്പിച്ചെടുക്കണം. അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിനാണോ അരി ഇളന്നെടുത്തത് ആ പാത്രത്തിന് 1/4 പാത്രം തേങ്ങ ചിരകിയതാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഏകദേശം 5 മണിക്കൂറോളം പുളിപ്പിച്ച നമ്മുടെ തേങ്ങാ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ചോറ് ചേർക്കുന്നില്ല കേട്ടോ. ചോറിന് പകരമായിട്ട് നമ്മൾ വേറൊരു ഐറ്റമാണ് ഇവിടെ ചേർക്കുന്നത്. പുളിപ്പിച്ചെടുത്ത തേങ്ങാവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച അരിയാണ് നമ്മളിവിടെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നനവുണ്ട്. അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയാൽ അരയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. 1 സ്പൂൺ പഞ്ചസാര നമ്മൾ തേങ്ങ വെള്ളത്തിൽ ചേർത്തതാണ്. പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ലാസ്റ്റ് ഇട്ട പഞ്ചസാര വേണ്ടാന്ന് വെക്കാം കേട്ടോ. തേങ്ങയും അരിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ചോറ് ചേർക്കാത്ത പാലപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിന് പകരമായിട്ട് നമ്മുടെ മാവ് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന ഐറ്റം എന്താണെന്ന് നോക്കാം. ചോറിന് പകരമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റവയാണ് കേട്ടോ. 2 സ്പൂൺ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അരി അളന്നെടുത്ത അതേ കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് റവയൊന്ന് കലക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ റവ കലക്കിയെടുത്ത ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ചൂട് തട്ടുമ്പോൾ റവ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഈ പരുവത്തിന് നല്ല കട്ടയുള്ള പരുവത്തിനാണ് നമുക്കിത് കുറുക്കി വാങ്ങിയെടുക്കേണ്ടത്. പാകത്തിന് കുറുക്കിയെടുത്ത റവ ഒന്ന് തണുത്ത് കിട്ടണം. അതിനുവേണ്ടി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. റവ കുറുക്കിയത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കത് അരച്ചെടുത്ത അരിയോടൊപ്പം ചേർത്ത് ഏകദേശം 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പച്ചരിയും തേങ്ങയും റവ കുറുക്കിയതും എല്ലാം കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. പാലപ്പത്തിന് മാവ് അരയ്ക്കുമ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്താലാണ് നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അരച്ചെടുത്ത മാവിൽ നിന്നും ഒരല്പം എടുത്ത് വിരൽ തുമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നല്ല വഴുവഴുപ്പ് തോന്നണം. അതായത് നല്ല മിനുസം തോന്നണം. അതാണ് പെർഫെക്റ്റ് പാലപ്പം ബാറ്റർ. തയ്യാറാക്കിയെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വയ്ക്കാം.
പിന്നെ അരച്ചെടുത്ത മാവ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാവ് പുളിച്ച് പൊന്തി പാത്രത്തിന് വെളിയിലേക്കൊക്കെ വീഴും. നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സാക്കുന്നതിലും നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് മിക്സാക്കുന്നതാണ് കേട്ടോ. കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഏകദേശം 5 മിനിറ്റോളം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ മാവിലേക്ക് ഇറങ്ങുകയും മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടുകയും ചെയ്യും. 5 മിനിറ്റോളം ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് പുളിപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. പുളിപ്പിക്കാനായിട്ട് നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാവ് കുറഞ്ഞത് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചാലാണ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരികയുള്ളൂ. അതുപോലെ തണുപ്പും മഴയൊക്കെ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം നിറച്ച പാത്രത്തിലേക്ക് മാവിൻ്റെ പാത്രം ഇറക്കി വെച്ചാൽ മതി. ഒരു രാത്രി മുഴുവനും പുളിപ്പിക്കാൻ വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ നമുക്ക് ആ മാവിൻ്റെ പാത്രം ഒന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടോ, ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ മാവ് കലക്കി വെച്ച സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉപ്പ് ചേർത്ത് വെച്ചാൽ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് പൊന്തില്ല. മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് 10 മിനിറ്റ് കൂടി അടച്ചൊന്ന് മാറ്റിവെക്കാം. ആ 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ പാലപ്പത്തിന് ചേരുന്ന ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും സവാളയും ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് കറി റെഡിയാക്കുന്നത്. അതിനുവേണ്ടി തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം 3 വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിട്ടുള്ള മുട്ടകൾ ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്ത് വെറും 2 മിനിറ്റും തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാലപ്പത്തിന് ചേരുന്ന നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയായി. ഒരു തണ്ട് കറിവേപ്പില മേലെ ഒന്ന് തൂകിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ സമയം കൊണ്ട് നമ്മുടെ പാലപ്പ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നത് കണ്ടോ. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓരോ കയ്യിലും മാവ് കോരി എടുത്ത് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. നല്ലോണം ചൂടായ ചട്ടിയിലേക്ക് 1 തവി മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് അത് മെല്ലെ മെല്ലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 മിനിറ്റ്, അതായത് നമ്മുടെ അപ്പത്തിന് നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പഞ്ഞി പോലുള്ള സോഫ്റ്റ് പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെറും 1/2 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പത്തിൻ്റെ അരികെല്ലാം വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടോ, ഒട്ടും കരിഞ്ഞു പോകാത്ത, നിറം മാറാത്ത നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പാലപ്പമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ മാവ് അരച്ചപ്പോൾ നമ്മളിതിലേക്ക് ചോറ് ചേർക്കാത്തത് കാരണം നമ്മുടെ പാലപ്പത്തിന് ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല. അതുമാത്രമല്ല, രാവിലെ ഉണ്ടാക്കുന്ന പാലപ്പം രാത്രിയായാലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ചോറ് ചേർക്കാതെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പെർഫെക്റ്റ് സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്